നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയുടെ ദുരൂഹ മരണം 15 വർഷത്തിനു ശേഷം പ്രതി അറസ്റ്റിൽ. പാണത്തൂർ ബാപ്പുങ്കയം സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. 2010 ജൂണിലാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. കാസർഗോഡ് ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഇടങ്ങളും അപകട സാധ്യതാ സ്ഥലങ്ങളും കണ്ടെത്തുന്നതിനായി വകുപ്പുതല ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധന. ടൗൺ പ്രദേശങ്ങളിലടക്കം ഓവുചാൽ ഇല്ലാത്ത കാര്യം ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാലിക്കടവ് മുതൽ മഞ്ചേശ്വരം വരെ പാത പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. KAUE 51ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. പടന്നക്കാട് കാർഷിക കോളേജിലാണ് സമ്മേളനം നടക്കുന്നത്. മേക്കിംഗ് ഇന്ത്യയിലൂടെ ഭാരതം വൻ സൈനിക ശക്തിയുള്ള രാജ്യമായി മാറിയെന്ന് കേണൽ പി ദാമോദരൻ. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയും സംഗീത നാടക അക്കാദമിയും ചേർന്നൊരുക്കുന്ന നാടകോത്സവം 23-24 തീയതികളിൽ കാസർഗോട്ട് നടക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അരനൂറ്റാണ്ട് കാലത്തെ വിശ്രമ ജീവിതം വ്യത്യസ്തമാക്കി വെള്ളിക്കോത്ത് സ്വദേശി വിജയൻ. മുൻ വോളിബോൾ താരവും പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ഇദ്ദേഹം. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവരുന്ന പുസ്തകോത്സവത്തിൽ തിരക്കേറുന്നു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി റീഡിംഗ് തിയേറ്റേഴ്സ് ഉറൂബിന്റെ കഥയായ ഭഗവാന്റെ അട്ടഹാസ നാടകവും കാണികൾക്ക് കൗതുകമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയുടെ ദുരൂഹ മരണം 15 വർഷത്തിനു ശേഷം പ്രതി അറസ്റ്റിൽ. പാണത്തൂർ ബാപ്പുങ്കയം സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. 2010 ജൂണിലാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എണ്ണപ്പാറയിലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട 16 വയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട യുവാവ് അറസ്റ്റിൽ. പാണത്തൂർ ബാപ്പുങ്കയം സ്വദേശിയും നിർമ്മാണ മേഖലയിലെ കരാറുകാരനുമായ ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് IG പി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2010 ജൂണിലാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. സംഭവത്തിൽ പിതാവിന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബിജു പൗലോസിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. അജാനൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട പെൺകുട്ടിയെ പാണത്തൂർ പവിത്രക്കയം പുഴയിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പെൺകുട്ടിയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു. അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ DNA പരിശോധനയാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. വയനാട്ടിൽ നിന്നാണ് പ്രതി അറസ്റ്റിലായത്. പ്രതിയെ താമസ സ്ഥലത്തെ ക്വാർട്ടേഴ്സിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഒരു NTDCൻ്റെ നഴ്സറി ട്രെയിനിങ് ടീച്ചേഴ്സിൻ്റെ കോഴ്സിലേക്ക് ചേരുന്നു. അപ്പോൾ അവിടെ ചേരുമ്പോഴും അവളോട് കാഞ്ഞങ്ങാട് നിൽക്കാനുള്ള രീതിയിൽ സംവിധാനം ബൈജു പോലീസ് ഏർപ്പാടാക്കുന്നു. അവളോട് അങ്ങനെ ഒരു കരുത്താൻസ് ഹോസ്റ്റൽ എന്നുള്ള ഇതിലാണ് അമ്മ വന്നിട്ടാണ് അവിടെ ചേർക്കുന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് കാലം 1-2 മാസം ആയപ്പോഴേക്കും ബൈജു അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഹോസ്റ്റല് വേറൊരു ഗോവിന്ദൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു വീടായിട്ടുള്ളതാണ്. വീട് അവൻ തന്നെ അഗ്രിമെൻ്റ് പ്രകാരം അതിൻ്റെ ഓണർ എടുക്കുന്ന വാടകയ്ക്ക് എടുക്കുകയും അവിടത്തേക്ക് ഇവിടെ മാറ്റുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിരന്തരമായിട്ട് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ബിജു പൗലോസ് അവിടെ വരാറുണ്ടായിരുന്നു. 376ൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ആരംഭിക്കപ്പെടുന്നത്. അവിടെ കുറ്റകൃത്യം നടക്കപ്പെടുന്നുണ്ട്. ഇത് ആരും ഈ കാര്യങ്ങളൊന്നും തന്നെ വീട്ടുകാരുടെ യാതൊരു അനുമതിയോ അല്ലെങ്കിൽ അവരുടെ അറിവോ ഇല്ലാതെയായിരുന്നു ഇവളെ അവിടത്തേക്ക് മാറ്റി പാർപ്പിച്ചത്. അതിനുശേഷം
അവിടെ ഉണ്ടായിരുന്ന ഒന്നുകൂടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് പിന്നീട് മാറ്റുകയാണ്. അവിടെ ഈ ആദ്യം വന്ന സ്ഥലത്ത് സഹോദരൻ എന്ന നിലയിലായിരുന്നു ചുറ്റുപാടൊക്കെ അറിയപ്പെട്ടതും, ആ രീതിയിലാണ് താമസം. പക്ഷേ എന്നിരുന്നാലും അവരൊരു റൂമിൽ തന്നെയായിരുന്നു. അതിൽ ചില ഘട്ടങ്ങളിൽ അമ്മയടക്കം കൂട്ടുനിൽക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറി അവർ മിക്കവാറും ഇവർ രണ്ടുപേരും മാത്രം ഉണ്ടാവുന്ന രീതിയിലേക്ക് വരികയും അവിടെയും നിർബാധം 376 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് ഒരുക്കുകയും അതും പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ തന്നെയായിരുന്നു. ആ രീതിയിലാണ് നടക്കുന്നത്. പിന്നീട് 6/6/2010 ഈ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഈ സംഭവ കുറ്റകൃത്യം നടക്കുന്നത്. പിന്നെ ആ സമയമാകുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ച് ശിഥിലമാവുകയും അവൾ കുറച്ചുകൂടി കല്യാണം കഴിക്കണം, കുറച്ച് ഡിമാൻഡുകളും ഇതൊക്കെ വരികയും ചെയ്യുകയും ഇവനാണെങ്കിൽ ഭാര്യയും 2 കുട്ടികളുണ്ടായിരുന്നു. അതുണ്ടായിട്ടാണ് അതിന് കൂടിയാണ് ഇവനെ സംബന്ധിച്ച് അതൊരു മറ്റു രീതിയിലല്ലാതെ ഒരു കീപ്പായിട്ട് വെക്കുക എന്നൊരു ഉദ്ദേശത്തിലായിരുന്നു അവൻ കണ്ടത്. അപ്പോൾ അല്ലാതെ വന്നപ്പോൾ അവർ തമ്മിൽ സ്വരച്ചേർച്ചകളുണ്ടായി. പിന്നീട് അവരുടെ ബന്ധങ്ങൾ അതിൻ്റെ CDR പ്രകാരം തന്നെ മറ്റുള്ളതൊക്കെ അവരുടെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടാനുണ്ടായിട്ടുണ്ട്. അന്ന് അവൻ ഒഴിയണം എന്ന നിലയിലേക്ക് പറഞ്ഞു. ആ വീട് ഒഴിയണം, ഇനി കൊടുക്കാൻ ഇവൻ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പൈസയായിട്ട് മറ്റൊക്കെ ആയിട്ട് അവൻ വശീകരിക്കാൻ വേണ്ടി ആ രീതിയിലൊക്കെ ATM കാർഡ് കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പല രീതിയിൽ സഹായിച്ചായിട്ട് അറിയാം, അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മാറാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും അപ്പോൾ അതിലൂടെ അവർ തമ്മിൽ ഐക്യം കുറയുകയും അങ്ങനെ താക്കോല് തരാം എന്ന് പറഞ്ഞിട്ട് 6-ാം തീയതി അവൻ അവിടത്തേക്ക് വരികയാണ്. വന്നതിന് ശേഷം അവൻ പറയുന്നത് തൂങ്ങി മരിച്ചതായിട്ട് കാണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അത് ഡിസ്പോസൽ ചെയ്തു എന്നാണ് പറയുന്നത്. നേരെ പവിത്രം കയത്തിൽ കൊണ്ടുപോയിട്ട് അവനവിടെ പാലം പൊട്ടിയ സമയത്ത് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് തന്നെയാണ് ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞങ്ങളുടെ അന്വേഷണത്തിൽ, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിന് ആ ഒരു സമയത്തിന് ശേഷമുള്ള ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അൺഐഡൻറ്റിഫൈഡ് ബോഡി കാസർഗോഡ് കിട്ടിയതായുള്ള ഒരു കേസ് ഞങ്ങൾ കണ്ടെത്താൻ പറ്റി. ആ കേസുമായിട്ട് നോക്കിയപ്പോഴേക്ക് അത് ഏകദേശം ഈ കേസിൽ കാണാതായിരിക്കുന്ന സ്ത്രീയുടെ സിമിലറായുള്ള ഹൈറ്റും പിന്നെ ഇതിൻ്റെ ഹൈറ്റും പിന്നെ പ്രായവും ഒക്കെ സമാനതകളുള്ളതായിരുന്നു. പിന്നെ അതുകൂടാതെ അതിൽ നിന്ന് 2 ചിലങ്കൾ കിട്ടിയിരുന്നു. ആ ചിലങ്കുകളും ഏകദേശം ഇവരുപയോഗിച്ച എന്നുള്ള രീതിയിൽ സാക്ഷികളും മൊഴികളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെയാണ് കേസുകൾ ഇതാവുന്നത്. ഇതിൽ മറ്റൊരു വശമായിട്ടുള്ളത് മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴേക്ക് അന്വേഷണ അവസ്ഥയിലുള്ളതാണ്. മുഴുവൻ ഞങ്ങളുടെ അന്വേഷണം പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് മുഴുവനായിട്ട് ഞങ്ങൾ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കേസിന് മുന്നോട്ടുള്ള അത് ഒരു അത്യാവശ്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങളുള്ളത് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഒരു ദൃശ്യം സിനിമ വരുന്നതിന് മുന്നേ ആണെങ്കിലും ദൃശ്യം മോഡലായിട്ട് തന്നെ അവൻ ഈ മരണത്തിന് ശേഷം അവളുടെ മൊബൈലുമായിട്ട് എറണാകുളം വരെ പോവുകയും എറണാകുളത്തു നിന്ന് ജോലി കിട്ടിപ്പോയി എന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ അവൻ ശ്രമം നടത്തി. അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിൽ, DYSP P മധുസൂദനൻ നായർ, SI രഘു, ASI രതി, പോലീസുകാരായ സുമേഷ്, മഹേഷ്, പ്രഭേഷ്, ലതീഷ്, ശ്രീജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഇടങ്ങളും അപകട സാധ്യത സ്ഥലങ്ങളും കണ്ടെത്തുന്നതിനായി വകുപ്പുതല ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധന. ടൗൺ പ്രദേശങ്ങളിലടക്കം ഓവുചാൽ ഇല്ലാത്ത കാര്യം ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാലിക്കടവ് മുതൽ മഞ്ചേശ്വരം വരെ പാത പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ MLA-മാർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പുതല ഉദ്യോഗസ്ഥ സംഘം നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ പരിശോധനകൾ തുടങ്ങിയത്. കാലിക്കടവിലും ചെറുവത്തൂരിലും നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിലും പടന്നക്കാട്ടും വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്ത കാര്യം പരിശോധനയിൽ കണ്ടെത്തി. പലയിടങ്ങളിലും ദേശീയപാതയോട് ചേർന്ന് ഓവുചാലുകൾ ഒരുക്കുന്ന പ്രവൃത്തികൾ എങ്ങുമെത്താത്ത അവസ്ഥയിലാണ്. മഴയാരംഭിച്ചാൽ നീലേശ്വരത്തും ചെറുവത്തൂരിലും പടന്നക്കാട്ടും ടൗൺ പ്രദേശങ്ങൾ വെള്ളത്തിലാകുമെന്ന കാര്യം ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ സംഘത്തെയും കരാർ കമ്പനി ജീവനക്കാരെയും അറിയിച്ചു. പരിശോധനകൾ തുടരവെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള 12 ഇടങ്ങൾ കണ്ടെത്തി. പടന്നക്കാട് റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ അടിയിൽ
കാലാകാലമായിട്ട് അശാസ്ത്രീയമായ രീതിയിൽ പഴയ പാലം നിർമ്മിച്ചത് കൊണ്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സബ് കളക്ടർ അടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമുക്കിപ്പോൾ ഡ്രൈനേജ് ഒരുപാട് നാഷണൽ ഹൈവേയിൽ തന്നെ ഡ്രൈനേജ് കുറച്ചിട്ടാണ് ഉള്ളത്. ആ ഡ്രൈനേജ് റെയിൽവേ ലൈൻ വരെ കൂട്ടാനും സർവീസ് റോഡ് ഫുള്ള് കവർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് സെക്കൻഡ് ബ്രിഡ്ജ് വരുന്ന സൈഡിൽ ഓവർ ബ്രിഡ്ജ് വരുന്ന സ്ഥലത്ത് ഡ്രൈനേജ് നിർമ്മിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അംഗീകരിക്കാമെന്ന് മറുപടി തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ അതിന് ശേഷം തീരുമാനിക്കാം. ദേശീയപാതയിൽ കരുവാച്ചേരിയിലുള്ള കുഴി വെള്ളം നിറഞ്ഞുള്ള അപകടത്തിന് വഴിവെക്കുമെന്ന് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തി. NH സ്പെഷ്യൽ തഹസിൽദാർ KV ശശിധരൻ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി തഹസിൽദാർ PV തുളസിരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന അധികൃതരും ചേർന്നാണ് ദേശീയപാതയിലെ വെള്ളക്കെട്ട് അപകട സാധ്യതാ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. KAUEA 51 സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. പടന്നക്കാട് കാർഷിക കോളേജിലാണ് സമ്മേളനം നടക്കുന്നത്. 2025 മെയ് 16, 17 തീയതികളിലായി നടക്കുന്ന കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷന്റെ 51 സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിൽ തുടക്കമായി. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാർ UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് 2025 പ്രശ്നങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പോലും കഴിയാത്ത വർത്തമാനകാല ഇന്ത്യയിൽ ആ സംസ്കാരവും ആ ചരിത്രവുമെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന ശ്രമം. അതിന്റെ ഭാഗമായി വിദ്യാഭ്യാസത്തെ, കാരണം വിദ്യാഭ്യാസ രംഗത്ത് മാത്രമേ താല്പര്യത്തിന് എഴുതിക്കാൻ കഴിയും. അപ്പൊ അത് എളുപ്പമല്ല. ഇത് നവീന ശാസ്ത്രീയവും ക്യാമ്പസുകൾക്ക് പുറത്തേക്ക് ടെക്നോക്രാറ്റുകളും ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലയിൽ വിസ്മയകരമായ പുരോഗതി മുന്നേറ്റം. ഇപ്പൊ AI കാലഘട്ടം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗം. പുതിയ തലമുറയെയും പുതിയ ജനതയെയും പുതിയ സമൂഹത്തെയും അതുപോലെ പുതിയ രാജ്യത്തെയും അഡ്രസ് ചെയ്യണമെങ്കിൽ, അഭിസംബോധന ചെയ്യണമെങ്കിൽ LDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ സാർവത്രിക വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിന് വിപരീതമായി വിദ്യാഭ്യാസം വർണ്ണവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് UGCയെ ഉപയോഗപ്പെടുത്തി യൂണിയൻ സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ശക്തമായ പ്രക്ഷോഭത്തിനെയും അഭിപ്രായ രൂപീകരണത്തിനെയും തുടർന്ന് മുൻ വർഷങ്ങളിൽ UGC നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പ്രതിലോമകരമായ പുതിയ നിയമങ്ങൾക്ക് എതിരെയും ശക്തമായ പ്രതിഷേധം ഉയർത്തി പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. NR സാജൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി KR പ്രതീഷ് സ്വാഗതം പറഞ്ഞു. CV ഡെന്നി സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ VV രമേശിന്റെ സാന്നിധ്യത്തിൽ KAU ജനറൽ കൌൺസിൽ അംഗം ഡോക്ടർ P നിതീഷ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം മെയ് 17 CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മേക്കിംഗ് ഇന്ത്യയിലൂടെ ഭാരതം വൻ സൈനിക ശക്തിയുള്ള രാജ്യമായി മാറിയെന്ന് കേണൽ P. ദാമോദരൻ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മേക്കിംഗ് ഇന്ത്യയിലൂടെ ഭാരതം വൻ സൈനിക ശക്തിയുള്ള രാജ്യമായി മാറിയെന്നും 10 വർഷം കൂടി കഴിഞ്ഞാൽ ലോകത്തിലെ 1ാം സ്ഥാനമുള്ള സൈനിക ശക്തിയുള്ള രാജ്യമായി ഭാരതം മാറുമെന്നും കേണൽ P. ദാമോദരൻ പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ സൈന്യത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് അഖില ഭാരതീയ പൂർവ്വ സൈനിക പരിഷത്തിന്റെയും കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ ജീവിതത്തിൽ ഇതുവരെ നമ്മുടെ ദേശീയ പതാക കയ്യിലേന്തിക്കൊണ്ട് ഒരു പ്രകടനം നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു പങ്കാളിയായിട്ടില്ല. ദേശീയ പതാക നമ്മുടെ വികാരമാണ്. അത് സിയാച്ചിൻ മലമുകളിലായാലും -40 ഉള്ള സിയാച്ചിൻ മലമുകളിലായാലും +40 ടെമ്പറേച്ചറുള്ള രാജസ്ഥാനിലായാലും അതുപോലെ തന്നെ ഘന ജംഗൽ തിക് ഫോറസ്റ്റ് ഉള്ള അരുണാചലിലായാലും പറക്കുന്നതിന് കാരണം വളർന്നുവരുന്ന തലമുറയോട് ഇതാണ് നമ്മുടെ ഭാരതമെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഓരോ പൗരനും സാധിക്കുന്ന പുതിയ ഭാരതത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും പാകിസ്ഥാന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ചതോടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
പൂർവ്വ സൈനിക പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് രാജീവൻ പാലോട്ടിൽ അധ്യക്ഷത വഹിച്ചു. VG ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് P രാജീവൻ സ്വാഗതവും ട്രഷറർ മേലത്ത് തമ്പാൻ നായർ നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടറി KP രാജീവൻ, സൈനിക മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് സുജാത രാജീവൻ, സെക്രട്ടറി പ്രിയ രമേശൻ, BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മനു ലാൽ മേലത്ത്, PR സുനിൽ, വൈസ് പ്രസിഡന്റ് M ബൽരാജ്, മുൻ ജനറൽ സെക്രട്ടറിമാരായ A വേലായുധൻ, വിജയറായ്, അഡ്വക്കേറ്റ് KK നാരായണൻ, SP ഷാജി, ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട്, അഡ്വക്കേറ്റ് A മണികണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്ന് പുതിയ കോട്ടയിലേക്ക് നടത്തിയ ത്രിവർണ സ്വാഭിമാന യാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയും സംഗീത നാടക അക്കാദമിയും ചേർന്നൊരുക്കുന്ന നാടകോത്സവം 23-24 തീയതികളിൽ കാസർഗോഡ് നടക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയും സംഗീത നാടക അക്കാദമിയും ചേർന്നൊരുക്കുന്ന നാടകോത്സവം 23-24 തീയതികളിൽ കാസർഗോഡ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കന്നഡയും മലയാളവും ഇരട്ട സഹോദരങ്ങളായി പുലരുന്ന സപ്തഭാഷാ സംഗമ ഭൂമിയിൽ ഇരുഭാഷകളിലെയും 2 പ്രഖ്യാത നാടകങ്ങൾ അരങ്ങിലെത്തും. 23-ന് ഹുളിഗപ്പ കട്ടിമണി സംവിധാനം ചെയ്ത ജൊത്തെഗിരുവവനു ചന്ദിര എന്ന കന്നഡ നാടകവും 24-ന് സന്തോഷ് കീഴാറ്റൂർ സംവിധാനം ചെയ്ത പെൺനടൻ എന്ന മലയാള നാടകവും അരങ്ങിലെത്തുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ മാസം 23-24 തീയതികളിൽ വിദ്യാനഗറിൽ കലക്ട്രേറ്റിന് നേരെ എതിർവശമുള്ള ചിന്മയ തേജസ് ഹാളിൽ 2 നാടകങ്ങൾ അരങ്ങേറുന്നു. ആദ്യത്തേത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കന്നഡ നാടകമാണ്. ഹുളിഗപ്പ കട്ടിമണി എന്ന രാജ്യമാകെ അറിയപ്പെടുന്ന പ്രശസ്തനായ സംവിധായകൻ്റെ ജൊത്തെഗിരുവനു ചന്ദിര, ചന്ദ്രൻ കൂടെ തന്നെയുണ്ട് എന്ന അർത്ഥമുള്ള ഏത് ഭാഷക്കാർക്കും, കന്നഡയാണെങ്കിലും മലയാളികൾക്കും മറ്റു ഭാഷക്കാർക്കുമൊക്കെ വളരെ ലളിതമായി തന്നെ ആവിഷ്കാരം നടത്തി എല്ലാവർക്കും മനസ്സിലാവാവുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ളൊരു നാടകമാണ് അത്. 23-ന് 6:30-ന് ചിന്മയ തേജസ് ഹാളിൽ അരങ്ങേറുന്നു. അന്ന് തന്നെ 5:30-ന് ഈ നാടകോത്സവത്തിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടി, ഹ്രസ്വമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടി കൂടി ഒപ്പം ചേർക്കുന്നുണ്ട്. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റി സെക്രട്ടറി TA ഷാഫി, വൈസ് പ്രസിഡന്റ് GB വത്സൻ, ട്രഷറർ അഡ്വക്കേറ്റ് TV ഗംഗാധരൻ, അംഗങ്ങളായ ഉമേഷ് സാലിയാൻ, സുബിൻ ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അരനൂറ്റാണ്ട് കാലത്തെ വിശ്രമ ജീവിതം വ്യത്യസ്തമാക്കി വെള്ളിക്കോത്ത് സ്വദേശി വിജയൻ. മുൻ വോളിബോൾ താരവും പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ഇദ്ദേഹം. അജാനൂർ സ്പോർട്സ് ക്ലബിനു വേണ്ടി പന്ത് തട്ടിക്കൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥനായ വിജയൻ കായിക രംഗത്തേക്ക് ഇറങ്ങിയത്. 23 വർഷത്തെ പോലീസ് സേവനത്തിന് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് കടന്ന വിജയന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് വീടിനകത്ത് അലമാരയിൽ സൂക്ഷിച്ചുവെച്ച ഡയറിക്കുറിപ്പുകൾ തന്നെയാണ്. ഓരോ വർഷവും എഴുതിയിട്ടുള്ള ഡയറിക്കുറിപ്പുകൾ വർഷങ്ങൾ ഏതെന്ന് എഴുതി മനസ്സിലാകത്തക്ക വിധത്തിൽ ഭദ്രമായി ഒതുക്കി വച്ചിരിക്കുന്നു. 1975 മുതലുള്ള ഡയറി കുറിപ്പുകളാണ് ഈ അലമാരകളിൽ നിറഞ്ഞു കാണുന്നത്. എന്നും ഇവ പൊടി തട്ടി വയ്ക്കുമ്പോൾ വിജയൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോർത്ത് അല്പം വികാരഭരിതനാവും. ചെറുപ്പം പോലെ എഴുതാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് പോലീസിൽ ജോലി കിട്ടിയത്. അപ്പോൾ അവിടെ ഈ ജനറൽ ഡയറി എന്നൊരു പുസ്തകമുണ്ട്. അത് പറഞ്ഞാൽ സ്റ്റേഷനിൽ നടക്കുന്ന സകല സംഭവങ്ങളും സമയം വെച്ച് എഴുതി സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ചുരുങ്ങിയത് എനിക്ക് 2 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും എഴുതണം. ഒന്നുമില്ലെങ്കിലും വിശേഷാലൊന്നുമില്ലാതെ എഴുതണം.
1972, 73, 74, 75 വർഷങ്ങളിൽ നടന്ന സംസ്ഥാനതല വോളിബോൾ മത്സരത്തിൽ കോഴിക്കോട്, വയനാട്, പാലക്കാട്, പത്തനംതിട്ട എന്നീ ജില്ലകൾക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ കളിക്കാരൻ കൂടിയാണ് വിജയൻ. പല ബഹുമതികളും കായികരംഗത്ത് നേടിയിട്ടുള്ള ഇദ്ദേഹം വോളിബോളിനെയും കായികരംഗത്തെയും നെഞ്ചോട് ചേർക്കുന്നു. താൻ അണിഞ്ഞിരുന്ന ജേഴ്സികളും താൻ പങ്കെടുത്ത ഓരോ മത്സരങ്ങളുടെ പത്രക്കുറിപ്പുകളും ഇന്നും യാതൊരു പോറലും ഏൽക്കാതെ ഇദ്ദേഹം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. വിജയൻ എന്ന വ്യക്തിയുടെ വിജയകരമായ വിശ്രമ ജീവിതം മാതൃകാപരമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ കാഞ്ഞങ്ങാട്ട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവരുന്ന പുസ്തകോത്സവത്തിൽ തിരക്കേറുന്നു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി റീഡിംഗ് തിയേറ്റേഴ്സ് ഉറൂബിന്റെ കഥയായ ഭഗവാന്റെ അട്ടഹാസ നാടകവും കാണികൾക്ക് കൗതുകമായി. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവരുന്ന പുസ്തകോത്സവത്തിൽ വായനക്കാരുടെ തിരക്ക് ദിനംപ്രതി കൂടി വരികയാണ്. ഗ്രന്ഥശാല പ്രവർത്തകരും സഹൃദയരായ വായനക്കാരും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50 പ്രസാധകരുടെ 100ഓളം സ്റ്റാളുകൾ പുസ്തകമേളയിലുണ്ട്. വിവിധ പ്രസാധകരുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പുസ്തകങ്ങളും ജനപ്രിയ പുസ്തകങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. ന്യൂജൻകാരുടെ സാന്നിധ്യം പുസ്തകോത്സവത്തിലെ വേറിട്ട കാഴ്ചയാവുകയാണ്. ഗ്രന്ഥശാലകൾക്കും പൊതുജനങ്ങൾക്കും വിലക്കിഴിവും അനുവദിച്ചിട്ടുണ്ട്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി റീഡിംഗ് തിയേറ്റർ ഒരുക്കിയ ഭഗവാന്റെ അട്ടഹാസം നാടകവും അരങ്ങേറി. ഇത്തരമൊരു അവസാനം കൃഷ്ണൻ അറിഞ്ഞിരുന്നുവോ, കണ്ടിരുന്നുവോ? വിശ്വസിക്കാൻ വയ്യ, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഗഡോൽക്കലിനെ രക്ഷിക്കുവാൻ ഉപായം കൃഷ്ണൻ എന്തുകൊണ്ട് തേടിയില്ല? അർജുന, മനസ്സ് വേണ്ടാത്തിടത്തേക്കാണ് പായുന്നത്. ഇല്ലാതിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ശൂലവേദന പതഞ്ഞു പൊങ്ങുകയാണ്. വാസ്തവത്തിൽ കർണൻ ശൂലമെറിഞ്ഞത് ഗഡോൽക്കലിന്റെ നേർക്കായിരുന്നുവെങ്കിലും പിളർന്നത് എന്റെ ഹൃദയമാണ്. പി രാജൻ, ശിവകുമാർ, PV രാജൻ, ലേഖ, വിദ്യ, ഹരിനാരായണൻ, അനഘ, ഉദിനൂർ ബാലഗോപാലൻ, KP ശശികുമാർ എന്നിവർ ശബ്ദം നൽകി. തുടർന്ന് VK മധു കലാകാരന്മാരെ ആദരിച്ചു. പക്ഷെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത് നമുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കലാരൂപമായിട്ട് റീഡിംഗ് തിയേറ്റർ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കേരളത്തിലെ ഗ്രന്ഥാലയങ്ങളോടനുബന്ധിച്ച് ചെറിയ ചെറിയ റീഡിംഗ് തിയേറ്റർ ഗ്രൂപ്പുകൾ രൂപീകരിക്കണമെന്ന്. മലയാളത്തിലെയും വിശ്വസാഹിത്യത്തിലെയും എല്ലാം ഏറ്റവും പ്രശസ്തമായ സാഹിത്യ സൃഷ്ടികൾ റീഡിംഗ് തിയേറ്ററിലൂടെ അനുവാചകരിലേക്ക് അവതരിപ്പിക്കണമെന്നുള്ളതെല്ലാം തീരുമാനിച്ചു. CV വിജയരാജ് സ്വാഗതവും TV കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഡയലൈഫ് ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്കാൻ സെന്റർ ഉദ്ഘാടനം വിപുലമായ അന്തരീക്ഷത്തിൽ നടന്നു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ഡയാലൈഫ് ഹോസ്പിറ്റലിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്കാനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആതുര ചികിത്സാ മികവോടുകൂടി കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഡയാലൈഫ് ഹോസ്പിറ്റലിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി വിഭാഗവും യൂറോളജി വിഭാഗവും കഴിഞ്ഞ മാസമാണ് പ്രവർത്തനം ആരംഭിച്ചത്. യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, ജില്ലാ പ്രവാസി ലീഗ് പ്രസിഡന്റ് AP ഉമ്മർ, UK യൂസഫ് പുലിക്കുന്ന്, ഡയാലൈഫ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി IK, ഡോക്ടർ നഫ്സീൻ, ഡോക്ടർ നൌഫൽ, ഹോസ്പിറ്റൽ അഡ്മിൻ മൻസൂർ കുമ്പള, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഷഫീർ കുമ്പള തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തെക്കേ മണിയാട്ടിൽ കുമ്പള കൃഷിയിൽ കൂട്ടായ്മയുടെ വിജയം. തെക്കേ മണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാവേദി നടത്തിയ കുമ്പള കൃഷിയാണ് വൻ വിജയമായത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാവേദി നടത്തിയ കുമ്പള കൃഷി വൻ വിജയം.
ഗ്രന്ഥശാല പ്രവർത്തകരുടെയും വനിതാവേദി പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് കുമ്പള കൃഷിയിൽ വിജയം കൊയ്തത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഹൈബ്രിഡ് വിത്തുകളാണ് 30 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തത്. ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി പ്രവർത്തകരും ഗ്രൂപ്പായി ചുമതല നിർവഹിച്ചാണ് കുമ്പളച്ചെടിയെ പരിചരിച്ചത്. ഏകദേശം 10 ക്വിന്റൽ കുമ്പളമാണ് വിളവെടുത്തത്. ആവശ്യക്കാർക്ക് വയലിൽ വെച്ച് തന്നെ കുമ്പളം വിതരണം ചെയ്തു. ഇതിനു മുൻപ് ജൈവ പച്ചക്കറി കൃഷി, വെള്ളരി, കക്കിരി കൃഷി എന്നിവയും വൻ വിജയമാക്കുവാൻ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി ഇവിടെ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായും ഏറ്റവും നല്ലൊരു സംരംഭം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിലിക്കോട് കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AV മധു ആശംസയർപ്പിച്ച് സംസാരിച്ചു. V ബാലചന്ദ്രൻ, PV ഉണ്ണിരാജൻ, K ലക്ഷ്മണൻ മാസ്റ്റർ, ദിലീപ് കുമാർ, PV സരിത, OP നീതു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പയ്യന്നൂർ ഫോക്ലാൻഡ് ആൻഡ് ഡോർഫ് കെറ്റൽ ദ്രാവിഡ കലാസമിതി, കാലിച്ചാനടുക്കം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദ്വിദിന മംഗലംകളി ശില്പശാല സംഘടിപ്പിച്ചു. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ഫോക്ലാൻഡ് ആൻഡ് ഡോർഫ് കെറ്റൽ ദ്രാവിഡ കലാസമിതി, കാലിച്ചാനടുക്കം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന മംഗലംകളി ശില്പശാല സംഘടിപ്പിച്ചു. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ ഉദ്ഘാടനം നിർവഹിച്ചു. മംഗലകളിക്ക് ഒരു വലിയ പ്രത്യേകത ഈ കഴിഞ്ഞ വർഷം മുതൽ ഉണ്ടായി എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അനന്തേട്ട സൂചിപ്പിച്ചതുപോലെ ഒരു ഗോത്രകല എന്നതിനപ്പുറത്തേക്ക്, മംഗല സമുദായത്തിൻ്റെ മാത്രം കല എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന യുവജനോത്സവ വേദിയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമായി മംഗലങ്ങളി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ക്ലബ് പ്രസിഡന്റ് K കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. SLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വൈഗ S ഹരി ആനപ്പെട്ടി, മംഗലംകളി ജില്ലാ യുവജനോത്സവം ജഡ്ജ് MV ആനന്ദൻ, സംസ്ഥാന യുവജനോത്സവം പരിശീലകൻ M കൃഷ്ണൻ, സംസ്ഥാന യുവജനോത്സവം പരിശീലകൻ രാജഗോപാലൻ MK, സംസ്ഥാന യുവജനോത്സവം പരിശീലകൻ പ്രഞ്ജിത്ത് കൃഷ്ണ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അഡ്വക്കേറ്റ് ഷീജ, ബിന്ദു രാമകൃഷ്ണൻ, നിഷ അനന്തൻ, K സുരേഷ്, മധു AV, ഫറൂഖ് TP എന്നിവർ സംസാരിച്ചു. MV ആനന്ദൻ സ്വാഗതവും ദീപിക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ന്യൂസ് ബ്യൂറോ, കാലിച്ചാനടുക്കം. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ചും പരിചരിച്ചവരെ ആദരിച്ചും കുടുംബ സംഗമം നടന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കുടുംബത്തിലെ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുൾപ്പെടെ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ചും പതിറ്റാണ്ടുകളായി അവരെ പരിചരിക്കുന്നവരെ ആദരിച്ചും മെഡിക്കൽ പരീക്ഷകളിൽ ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുടുംബാംഗങ്ങളെ പ്രശംസിച്ചും നവവധൂവരന്മാരെ അനുമോദിച്ചും നടത്തി കുടുംബസംഗമത്തെ അവിസ്മരണീയമാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BB ബാലകൃഷ്ണൻ പൊന്നാടയണിയിച്ച് ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. മെഡിക്കൽ ബിരുദം, +2, മദ്രസ, പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രശംസാപത്രവും ഉപഹാരവും നൽകി. സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ ഫുട്ബോൾ മത്സരത്തിലും മറ്റ് കായിക മത്സരങ്ങളിലും വിജയികളായവർക്ക് ട്രോഫിയും മെഡലുകളും നൽകി. മുതിർന്ന കുടുംബാംഗം മാട്ടുമ്മൽ ഹസൻ ഹാജിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. KK പുരയിൽ ഹസൻ ഹാജി ഫാമിലി ഫൗണ്ടേഷൻ മാണിക്കോത്തിന്റെ ലോഞ്ചിംഗ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. കുടുംബത്തിന്റെ പ്രവർത്തനത്തിലും കുടുംബത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെയും ഫുട്ബോൾ കളിക്കാരെയും മറ്റ് ഡോക്ടർമാരും മറ്റും ഉള്ളവരെയും ഒക്കെ തന്നെ ആദരിക്കാനും പരസ്പരം കാണാനും. കാരണം നമുക്ക് കുടുംബം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ദിവസം കാണുന്നപ്പോൾ മാത്രം അച്ഛൻ, അമ്മ, മക്കൾ എന്നതിൽ കവിഞ്ഞ് അതിനപ്പുറത്തേക്ക് പോവാത്ത രീതിയിലേക്ക് നമ്മളെ കുടുംബം അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് അസംചയുടെ നേതൃത്വത്തിൽ ഹസൻ ഹാജി കുടുംബ സംഗമം നടത്തുന്നത്. KK പുറം ഹസൻ ഹാജിയുടെ മക്കളുടെ കുടുംബ സംഗമിക്കുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും, കാരണം കുടുംബം തന്നെയാണ് ഏറ്റവും അടിത്തറ, ഏതൊരു പ്രവർത്തനത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും അടിത്തറ കുടുംബം തന്നെയാണ്. കൂട്ടായ്മ പ്രസിഡന്റ് M മുഹമ്മദ് കുഞ്ഞി മുഫീദ അധ്യക്ഷത വഹിച്ചു. ഷബീർ ഹസൻ സ്വാഗതം പറഞ്ഞു. KK പുര തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളായ PM ഹസൻ ഹാജി, KK അബ്ദുള്ള ഹാജി, തലമുറ സംഗമം പ്രസിഡന്റ് CH ബഷീർ,
സെക്രട്ടറി എം സുലൈമാൻ, അഹമ്മദ് കടവത്ത ബേക്കൽ, കെ മൊയ്തീൻ കുഞ്ഞി, അബ്ദുൾ സമദ് അതിഞ്ഞാൽ, ജസീം കപ്പണക്കാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളത്തിലെ പരിവർത്തന പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുന്നവരായ കുടുംബശ്രീ ശൃംഖല സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകളുടെ മാതൃക ഒരിക്കലും പണം കൈകാര്യം ചെയ്യുമ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിലുള്ളവർ സ്വീകരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീക്ക് LDF സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും ഇതിനുദാഹരണമായാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രം 725 കോടി രൂപ സാമ്പത്തിക സഹായം ഇതിനകം നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന പേര് കുടുംബശ്രീയുടേതായി മാറണമെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ രൂപീകരിച്ച് 27 വർഷം പിന്നിടുന്ന ദിനത്തിൽ നടക്കുന്ന അരങ്ങ് സർഗോത്സവത്തിന് മംഗളങ്ങൾ നേരുന്നതായും വനം മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വിപ്ലവകരമായ മറ്റൊരു മാറ്റം സംഭവിച്ച കാലമായിരുന്നു അത്. അധികാര വികേന്ദ്രീകരണമാണ്. അധികാര വികേന്ദ്രീകരണം മാത്രമല്ല, ആസൂത്രണത്തിലും വികേന്ദ്രീകൃത ആസൂത്രണം ഉണ്ടായ കാലമാണ്. നാം അതിനെ ജനകീയ ആസൂത്രണം എന്ന പേര് നൽകിയാണ് വിശേഷിപ്പിച്ചത്. ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ CH ഇക്ബാൽ അരങ്ങ് വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, നീലേശ്വരം നഗരസഭാ അധ്യക്ഷ TV ശാന്ത, കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത, M ലക്ഷ്മി, AP ഉഷ, AG അജിത് കുമാർ, K ശകുന്തള, M ശാന്ത, M സുമേഷ്, PB ഷീബ, M കുഞ്ഞിരാമൻ, K സുകുമാരൻ, P ശശിധരൻ, C യശോദ, P ലീല, R രജിത, KM കിഷോർ കുമാർ, P ശാന്ത, PM സന്ധ്യ, C റീന എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ലളിതഗാനം, മാപ്പിളപ്പാട്ട്, സംഘഗാനം, നാടൻപാട്ട്, മൈം, നാടകം, മിമിക്രി, മോണോ ആക്ട്, പ്രച്ഛന്നവേഷം, കഥാപ്രസംഗം, മാർഗംകളി, സ്കിറ്റ്, ചവിട്ടുനാടകം തുടങ്ങിയ മത്സര ഇനങ്ങൾ 2 വേദികളിലായി നടന്നു. ഞായറാഴ്ച രാവിലെ 10 മുതൽ 3 വേദികളിലായി നാടോടി നൃത്തവും ഒപ്പനയും തിരുവാതിരക്കളിയും സംഘനൃത്തവും ശാസ്ത്രീയ നൃത്ത ഇനങ്ങളായ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം തുടങ്ങിയ 12 ഇനങ്ങളിൽ മത്സരം നടക്കും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഈ വർഷം സംഘടിപ്പിക്കുന്ന ആദ്യ ക്ഷീരകർഷക സംഗമവും ഇടയിലേക്കാട് ക്ഷീര സഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂമിന്റെ ഉദ്ഘാടനവും മെയ് 19 തിങ്കളാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് ബ്ലോക്ക് തല ക്ഷീരകർഷക സംഗമം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വലിയപറമ്പ് ഇടയിലക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘം പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് ക്ഷീരകർഷക സംഘവും ഇടയിലക്കാട് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂമിന്റെ ഉദ്ഘാടനവും മെയ് 19 തിങ്കളാഴ്ച ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. ബ്ലോക്ക് പരിധിയിൽ ക്ഷീരമേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിക്കും. ക്ഷീരകർഷക സെമിനാറിൽ ഗുണമേന്മയുള്ള പാലുൽപാദനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ PV മനോജ് കുമാറും കന്നുകാലികളിലെ രോഗങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വന്ദന മോഹനും ക്ലാസ് എടുക്കും. നമ്മുടെ ക്ഷീരകർഷക സംഗമം. അപ്പോൾ അതിലെ ഈ ക്ഷീരകർഷക സംഗമം ഇവിടെ സംഘാടക സമിതിയുടെ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ 2025-26 വർഷത്തെ ആദ്യ ക്ഷീരകർഷക സംഗമമാണ് നമ്മുടെ ഇടയിലക്കാട് വെച്ചിട്ട് ഈ 19-ാം തീയതി തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ MLA ശ്രീ രാജഗോപാലൻ അവരുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി മാഡം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും, അതായത് നമ്മുടെ നീലേശ്വരം ബ്ലോക്കിന്റെ ഒരു ടൂറിസം മേഖലയിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണ് ഇടയിലക്കാട് എന്ന് പറയുന്നത്.
35 ക്ഷീരസഹകരണ സംഘങ്ങളിൽ നിന്നായി 450 പ്രതിനിധികൾ പങ്കെടുക്കും. നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ ഉൾപ്പെടുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭയിലുമായി ആകെ 35 ക്ഷീരസഹകരണ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ 1250ഓളം കർഷകരിൽ നിന്നായി പ്രതിദിനം 12,000 ലിറ്റർ പാൽ സംഘങ്ങൾ മുഖേന സംഭരിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ മധുസൂദനൻ, നീലേശ്വരം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ കെ രമ്യ, മിൽമ ഫെഡറേഷൻ ഡയറക്ടർ PP നാരായണൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഒരു നാട് നിറയെ ചെണ്ടക്കാർ എന്ന ലക്ഷ്യത്തോടെ കാസർകോട്ടെ ഒരു ഗ്രാമം. പനയാൽ അരവത്തെ 7 വയസ്സുകാരി മുതൽ 50 വയസ്സുകാരൻ വരെയുള്ളവരാണ് പരിശീലനത്തിലൂടെ മേളപ്പെരുമ തീർക്കാൻ ഒരുങ്ങുന്നത്. പ്രായഭേദമന്യേ ചെണ്ടക്കോല് കയ്യിലെടുത്തപ്പോൾ അത് കലയുടെ മാത്രമല്ല നാടിന്റെ ഒരുമ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു. ആദ്യം തെല്ലൊന്ന് ആശങ്കപ്പെട്ടെങ്കിലും ചെണ്ടക്കോൽ കയ്യിലെടുത്തപ്പോൾ ആശ്ചര്യവും ആവേശവുമായി. വായ്ത്താരിക്കൊപ്പം താളം പിടിച്ചപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിന്. കണ്ണൻ പാട്ടാളി സ്മാരക ട്രസ്റ്റിന്റെ സൗജന്യ ചെണ്ടവാദ്യ പഠന ക്ലാസ്സിൽ ദിവസങ്ങൾക്കുള്ളിൽ ഗണപതി കൈയും തികടയും ഹൃദിസ്ഥമാക്കി. പനയാൽ മോഹനന്മാരാരും ശിഷ്യരുമാണ് പരിശീലനം നൽകുന്നത്. ഏപ്രിൽ 19-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട അരവത്ത് ശ്രീ കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിൻ്റെ ആംഫി തിയേറ്ററിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ സംരംഭത്തിൻ്റെ ആദ്യ ചെണ്ട പരിശീലന ക്ലാസ്സാണ് ഇവിടെ. സൗജന്യ ചെണ്ട പരിശീലന ക്ലാസ്സാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് 4-ാം തീയതിയാണ് ഇത് ആരംഭിച്ചത്. ഇന്നിപ്പം 3-ാമത്തെ ദിവസമാണ്. അവരിതിൻ്റെ പ്രാരംഭ പാഠമായ ഗണപതി കൈ കൊട്ടി മുഴിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവുമായിട്ട് 3 ബാച്ചായിട്ട് ആണ് ക്ലാസ് എടുക്കുന്നത്. തുടങ്ങിയതിന് ശേഷം തുടർച്ചയായി ക്ലാസ് നടക്കുന്നുണ്ട്. 45ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. 4 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നതാണ്. ആദ്യം കുട്ടികളാണ് പരിശീലനത്തിന് തയ്യാറെടുത്തതെങ്കിലും പിന്നീട് പ്രായമായവരും സ്ത്രീകളും പരിശീലനത്തിന്റെ ഭാഗമായി. ഇപ്പോൾ അധ്യാപകനും വിദ്യാർത്ഥികളും ഒരേ താളത്തിൽ കൊട്ടുകയാണ്. 7 വയസ്സുള്ള കുട്ടി മുതൽ 40 വയസ്സുള്ള സ്ത്രീകൾ പഠനത്തിന്റെ ഭാഗമാണ്. മക്കൾക്കൊപ്പം ഇരുന്ന് ചെണ്ടയുടെ ബാലപാഠം പഠിക്കുന്ന അമ്മമാരും കൂട്ടത്തിലുണ്ട്. ഓണത്തിന് മുമ്പ് പഠനം പൂർത്തിയാക്കി അരങ്ങേറ്റം നടത്താനുള്ള ശ്രമത്തിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ. സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയുടെ ദുരൂഹ മരണം 15 വർഷത്തിനു ശേഷം പ്രതി അറസ്റ്റിൽ. പാണത്തൂർ ബാപ്പുങ്കയം സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. 2010 ജൂണിലാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. കാസർഗോഡ് ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഇടങ്ങളും അപകട സാധ്യതാ സ്ഥലങ്ങളും കണ്ടെത്തുന്നതിനായി വകുപ്പുതല ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധന. ടൗൺ പ്രദേശങ്ങളിലടക്കം ഓവുചാൽ ഇല്ലാത്ത കാര്യം ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാലിക്കടവ് മുതൽ മഞ്ചേശ്വരം വരെ പാത പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. KAUE 51ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. പടന്നക്കാട് കാർഷിക കോളേജിലാണ് സമ്മേളനം നടക്കുന്നത്. മേക്കിംഗ് ഇന്ത്യയിലൂടെ ഭാരതം വൻ സൈനിക ശക്തിയുള്ള രാജ്യമായി മാറിയെന്ന് കേണൽ P ദാമോദരൻ. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ്
തിയേറ്ററിക് സൊസൈറ്റിയും സംഗീത നാടക അക്കാദമിയും ചേർന്നൊരുക്കുന്ന നാടകോത്സവം 23-24 തീയതികളിൽ കാസർഗോട്ട് നടക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അരനൂറ്റാണ്ട് കാലത്തെ വിശ്രമ ജീവിതം വ്യത്യസ്തമാക്കി വെള്ളിക്കോത്ത് സ്വദേശി വിജയൻ. മുൻ വോളിബോൾ താരവും പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ഇദ്ദേഹം. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവരുന്ന പുസ്തകോത്സവത്തിൽ തിരക്കേറുന്നു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി റീഡിംഗ് തിയേറ്റേഴ്സ് ഉറൂബിന്റെ കഥയായ ഭഗവാന്റെ അട്ടഹാസ നാടകവും കാണികൾക്ക് കൗതുകമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.